നീയല്ലോ. ഏടകളിൽ പാപം ഏതും ചുമക്കുന്ന ഏക കർത്താവിനു സാദരം നാം പാടുമോ. ഹല്ലേലൂയ ഗീതം പാടുവോ. അല്ലലെല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്. എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം 7-ാം വാക്യം. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമല്ലണമേ. ഞാൻ എൻ്റെ ഉറച്ച ശബ്ദത്തിൽ നിലവിളിക്കുമ്പോൾ കേട്ട് ഉത്തരമല്ലണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അവൻ സർവജ്ഞനും സർവവ്യാപിയുമായതിനാൽ എല്ലാ പ്രാർത്ഥനകളും അവൻ കേൾക്കുന്നു. ചില പ്രാർത്ഥനകൾക്ക് അവൻ ഉടനടി മറുപടി നൽകും. മറ്റു ചിലവയ്ക്കായി നാം വളരെ നാൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവൻ്റെ സന്നിധിയിൽ ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം. അവൻ്റെ സമയത്ത് മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന തോന്നൽ നമ്മെ നിരാശയിലെത്തിക്കാം. എന്നാൽ നിരാശരാകാതെ വിശ്വാസത്തോടെ ദൈവത്തോട് അപേക്ഷിക്കാം. അവൻ മറുപടി അയക്കും. ഇവിടെ ദാവീദ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്നു. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമല്ലണമേ എന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ കരുണയുള്ളവനാണ്. അവൻ നമ്മോട് കരുണ കാണിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നിലവിളിയുടെ മധ്യത്തിൽ എനിക്ക് ഉത്തരമല്ലണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.